ഇപ്പോൾ നമ്മളുള്ളത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്താണ്. ഇരിട്ടി പയ്യഞ്ചേരി റോഡാണിത്. ഇരിട്ടിയിൽ നിന്നും പേരാവൂരേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ് ഇരിട്ടി പയ്യഞ്ചേരി പരിസരം എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. മഴക്കാലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഇരിട്ടി പയ്യഞ്ചേരി ഈ ഭാഗമുള്ളത്. നിലവിൽ വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ ഭാഗം ഉള്ളത്. കാരണം രണ്ട് വശത്തെയും ഡ്രെയിനേജുകൾ ഇപ്പോൾ നിലവിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നാട്ടുകാർ പറയുന്നത്, വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തി നടത്തുമ്പോൾ അവർ മണ്ണിട്ടത് മൂലം ഒരാൾ പൊക്കമുള്ള ഡ്രെയിനേജുകൾ മുഴുവൻ മണ്ണിട്ട് നികത്തുകയുമായി ബന്ധപ്പെട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പം നിലവിൽ ഇപ്പോൾ തന്നെ ഡ്രെയിനേജുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, വെള്ളക്കെട്ട് രൂപപ്പെട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു മഴ പെയ്താൽ ഇത് മുഴുവൻ പുറത്തു വരും, ഈ ഭാഗം മുഴുവൻ വെള്ളക്കെട്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇത് നല്ല താഴ്ചയുള്ള പ്രദേശമാണ്, ഡ്രെയിനേജാണ് ഈ പ്രദേശം. ഇവിടെ വാട്ടർ അതോറിറ്റി മണ്ണിട്ടതുമായി ബന്ധപ്പെട്ട് ഫുള്ള് മണ്ണ് നിറഞ്ഞിരിക്കുകയാണ്, ചെളിയും മണ്ണും നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരാൾ താഴ്ചയുള്ള ഒരു ആഴമുള്ള പ്രദേശമാണ്. പക്ഷേ ഇവിടെ നിലവിലെ അവസ്ഥയാണ് ഇത് മണ്ണിട്ട് കല്ലെല്ലാം കൊണ്ട് വാട്ടർ അതോറിറ്റിക്കാരുടെ പ്രവൃത്തി കാരണം ഈ രീതിയിലാണ് നിലവിലുള്ളത്. ഇത് മണ്ണ് കോരിക്കളയാനോ ഈ ഡ്രെയിനേജ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഈ ഡ്രെയിനേജ് നീക്കം ചെയ്യാനോ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള വലിയ വിഷയമാണ് ഇവിടെ ഇനി നേരിടാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കട കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വേനൽ മഴയുമായി ബന്ധപ്പെട്ട് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടപ്പോൾ ഈ കടയിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്, വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ വെള്ളക്കെട്ട് കൂടി കാരണം ഇനിയൊരു മഴ പെയ്താൽ ഈ പ്രദേശം കൂടുതൽ വ്യാപകമായി വെള്ളത്തിനടിയിലാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അവരോട് ചോദിക്കാം. ചുറ്റുവട്ടത്തുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും മഴക്കാലം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വർഷങ്ങളായിട്ട് എൻ്റെ എല്ലാം ചെറുപ്പം മുതലേ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ വെള്ളം കയറി ഈ ഭാഗം മൊത്തം മുങ്ങി വെള്ളത്തിൽ ഒരുപാട് കാലം അങ്ങനെ പോയ ഒരു സംഭവമാണ്. പിന്നെ റോഡ് ഉയർത്തിയപ്പോൾ കുറച്ചും കൂടി ഒരു മാറ്റം വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പിന്നെ ഈ റോഡ് ഉയർത്തിയതിന് ശേഷം ഈ ഓവുചാലിന് കൃത്യമായിട്ടുള്ള ഒരു ശുചീകരണം ഇത് നടന്നിട്ടില്ല. അതിന് ഭാഗമായിട്ട് തന്നെ ഇവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ടും പിന്നെ വൈകുന്നേരങ്ങളായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, കൊതുക് മറ്റ് ശല്യങ്ങളും കൊണ്ട് ഇങ്ങനെ വളരെ രൂക്ഷമായിട്ടാണ് ഇവിടെ പോകുന്നത്. കച്ചവട സ്ഥാപനത്തിലേക്കാൾ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നല്ല ശക്തമായ മഴ വന്നപ്പോൾ അവിടെ മൊത്തം വെള്ളം കയറി എല്ലാ കടയിലും. എൻ്റെ കടനെ മാത്രമല്ല ബാധിക്കുന്നത്. എൻ്റെ കടയിൽ ഞാനിപ്പോൾ സാധനങ്ങളെല്ലാം മൊത്തം പൊക്കി വെച്ച ഒരു കണ്ടീഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മളിത് വെള്ളക്കെട്ട് ശീലിച്ചുകൊണ്ട് പിന്നെ ഇത് അങ്ങനെയായി. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അത് ഇറിഗേഷൻ്റെ സ്ഥലത്ത് ചെയ്യേണ്ടതാണ്, PWD ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥന്മാർ തന്നെ ആർക്കാ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു രീതിയില്ല. പിന്നെ ഇവിടെ വെള്ളം കെട്ടിക്കുന്ന ഒരു ഇത് മഴക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയിലേക്ക് ഈ വെള്ളം തള്ളിപ്പോകുന്നില്ല. അവിടെ ഓഫീസിൻ്റെ അവിടെ ഒരു പാലമുണ്ട്, അവിടെ ഒരു ഇറിഗേഷൻ്റെ വകുപ്പിൻ്റെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓവുചാൽ ഇട്ടിട്ട് ആ പുഴയിലേക്ക് ഈ വെള്ളം പോയാലും മാത്രമേ ഇവിടെയുള്ള പരിഹരിക്കാൻ പറ്റൂ, കൂടുതൽ പരിഹരിക്കാം. കാരണം അല്ലെങ്കിൽ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യും. പിന്നെ ഈ ഓവുചാലിൽ അങ്ങനെ മേലേന്ന് കീഴൂര് ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം ഇവിടെ മണ്ണടക്കം ഒലിച്ചു വന്നിട്ട് ഓവുചാല് നീളന്ന് പോകുന്ന ഒരു അവസ്ഥയാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അവസ്ഥ ശരിക്കും ഭീകരാവസ്ഥയാണ്. എല്ലാ വർഷവും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ചാനലുകാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ വർഷവും അവര് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് നോക്കി പോയിട്ടുണ്ട്. പക്ഷെ ഇതിനൊരു പരിഹാരമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ട് കിടന്നിട്ട് മൊത്തത്തിൽ എന്താ പറയാ, നമ്മളിപ്പോൾ നമ്മളെ വീടുകളിൽ ചിരട്ടയിലും മറ്റുള്ള സ്ഥലത്തെല്ലാം ഒരു വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം കൊതുക് വന്നിട്ട് അവസ്ഥയാണ്. പക്ഷേ ടൗണിലെ അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടുള്ള ടൗണിലുള്ള ഒരു വിഷയം അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ളത്. പിന്നെ മഴക്കാല രീതിയിൽ പിന്നെ വ്യാപാരികളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളെല്ലാവരും കൂടി ഈ മുനിസിപ്പാലിറ്റി എല്ലാം കൂടി ഒരു ശുചീകരണ പ്രവൃത്തി നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് മൊത്തത്തിൽ ഈ ഓവുചാലൊന്നും ക്ലിയർ ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇപ്പം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതാണ് ഇപ്പം ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ മഴക്കാലം എത്തുന്നതോടെ ഈ പ്രദേശം ആകെ പ്രയാസത്തിലാകാൻ പോവുകയാണ്. കാരണം രണ്ട് വശങ്ങളിലെയും ഡ്രെയിനേജ് ഇപ്പോൾ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് പോലും നിറഞ്ഞിരിക്കുകയാണ്. കാരണം വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഒരു തരത്തിലും എവിടെയും ഒഴുകിപ്പോകാത്ത നിലയാണുള്ളത്. ഇനി മഴക്കാലം കൂടി വരുന്നതോടെ ഇവിടെ തന്നെ പല സ്ഥലത്തുനിന്നും വെള്ളം ഒഴുകി വന്ന് ഈ പ്രദേശമാകെ വെള്ളത്തിലാകുന്ന ഒരു നിലയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് കാലാകാലങ്ങളായി വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ വെള്ളക്കെട്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊരു ക്രോഡീകരണം ഇല്ല എന്നുള്ളതാണ്. കാരണം PWD വർക്കാണ്. PWDക്കാർ പറയുന്നത് ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തിൽ പെട്ടതല്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഇറിഗേഷനാണ്. ഇറിഗേഷനും ഇതേ വാദവുമായിട്ടാണ് ഞങ്ങളല്ല ഇത് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് ഒരു പ്രതിവിധി ഉണ്ടാവാത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ ഒരു ആക്ഷേപം.
എടുത്തു പറയേണ്ടത് വലിയ പ്രയാസത്തിലേക്കാണ് ഇവിടെ പോകാൻ പോകുന്നത്. കാരണം നല്ല വെള്ളക്കെട്ട് നിലവിൽ ഇപ്പോൾ തന്നെയുണ്ട്. മഴക്കാലം കൂടി വരുമ്പോൾ ഈ മലിനജലം അടക്കമാണ് ഈ പ്രദേശത്ത് ഒഴുകി ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കയറാൻ പോകുന്നത്. വലിയ പകർച്ചവ്യാധികളും രോഗങ്ങൾക്കും ഇത് ഇടയാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അധികൃതർക്ക് വലിയ പിഴവ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്നുള്ളതാണ്. ഇതിൽ എന്ത് പ്രതിവിധിയാണ് ഉത്തരവാദിത്തപ്പെട്ട എടുക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. ക്യാമറാമാൻ ജിതിനൊപ്പം അഫ്ലഹ്, ഏഷ്യാനെറ്റ് ന്യൂസ്.